ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വെള്ളരിമേട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. കന്മദം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനൊക്കെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ശാന്തതയുള്ളൊരു പ്ലേസാണ്. ഫുള്ള് പച്ചപ്പാണ്, മലനിരകളാണ് ഫുള്ള്. പിന്നെ ഇവിടെ പണ്ട് കുറേ കൃഷിയൊക്കെ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. വെള്ളരിമേടെന്ന് പേര് വരാൻ തന്നെ കാരണം അതാണെന്നാണ് ഞാൻ വായിച്ചപ്പോൾ അറിഞ്ഞത്. വെള്ളരിയുടെ കൃഷിയൊക്കെ ആയിരുന്നു ഇവിടെ കൂടുതലും. പിന്നെ മേടെന്ന് പറയുമ്പോൾ മലനിരകളാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പേര് വന്നത് എന്നാണ് ഒരു അറിവ് കിട്ടിയത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ മൊത്തം മലനിരകളാണ്, കൃഷി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പലതരം പൂക്കൾ, ചെടികൾ, ഇതൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റും. സിറ്റി ലൈഫിൻ്റെ തിരക്കും ടൗണിലത്തെ ബഹളങ്ങളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് ഉള്ളിലേക്കൊരു പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്ലേസ് വളരെ നല്ലതാണ് കേട്ടോ, നമുക്ക് പോയി കാണാനായിട്ട്. പാലക്കാട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രകൃതി ഭംഗിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒട്ടും കുറവ് വരുത്താത്തൊരു ഏരിയയാണ് ഇത്. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കാനൊക്കെ പോയി കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ആ ഒരു ഫ്രഷ്നെസ് ആണ് കേട്ടോ. എയറിലുള്ള പൊല്യൂഷൻ അത്രയും കുറഞ്ഞിട്ട് നമുക്ക് ആ ശ്വസിക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുമല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. പിന്നെ ചുറ്റും എവിടെ നോക്കിയാലും മരങ്ങൾ, പിന്നെ ചെടികൾ, ഇങ്ങനെ നമ്മൾ നല്ലൊരു സൈലൻസ് ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു റിഫ്രഷിങ് ഫീല് തന്നെ വരും. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ മലയുടെ ആ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടു കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു പണ്ട് ഇങ്ങനെ പൂജിച്ചിരുന്ന വല്ലതും ആണോ, ഇപ്പോഴും ആൾക്കാർ എന്തെങ്കിലും പൂജയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നാഗത്തിൻ്റെ ഒരു ഇതായിരുന്നു, പിന്നെ ശൂലമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ സിംബലൈസ്, ശിവനെയാണ് പ്രാർത്ഥിക്കുന്നത് എവിടെയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ലൊരു ഏരിയയാണ് അത്. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകൾ എന്തോ ഉണ്ട് അവിടെ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇങ്ങനത്തെ ഒരു തോപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ എന്താ പറയുക, ഉരുളൻ കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു അരുവി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അവിടെ നമുക്ക് കാലൊക്കെ ഇട്ടിരിക്കാൻ പറ്റും. നല്ലൊരു തണുത്ത വെള്ളമാട്ടോ അവിടെ. നമ്മളിപ്പോൾ പൊരി വെയിലത്ത് പോയാലും ആ വെള്ളത്തിന് എന്ത് തണുപ്പറിയോ, നല്ല രസമായിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ കുറേ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ കാലൊക്കെ ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അവർ വന്നിട്ട് നമ്മുടെ കാലിൽ ഫ്രീ ആയിട്ട് ഫിഷ് പെഡിക്യൂർ, എന്താ അതിന് പറയുന്നത്, സ്പാ, അത് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസൊക്കെ അതുങ്ങൾ കടിച്ച് തിന്നും. അവർക്കൊരു മീൽ കിട്ടിയ പോലെയാണ് ഇപ്പോൾ അത്യാവശ്യം ക്രാക്കൊക്കെ ഉള്ള ഒരാളുടെ കാല് കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഓടി വരും എല്ലാം കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയ. അപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. പിന്നെ മരങ്ങൾ വെച്ച് മൂടുന്നതുകൊണ്ട് അധികം വെയിലും നമുക്ക് ഫീൽ ചെയ്യില്ല. തുറന്നുള്ള ഭാഗത്ത് മാത്രമേ വെയിൽ കിട്ടുള്ളൂ. മരങ്ങളുടെ താഴെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് തണുത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കും ഏറ്റവും രസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നിറയെ ടൂറിസ്റ്റുകളും സിനിമ ഷൂട്ടിങ്ങൊക്കെ വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ പ്രദേശം അതേപോലെ മറ്റേ നാച്ചുറലായിട്ട് അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് അവർ. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഇപ്പോഴും നമുക്ക് പോയി കാണുമ്പോൾ ആ നേച്ചറായിട്ട് ഇഴുകിച്ചേരുന്നൊരു ഫീലുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അവിടെ ചെന്നാൽ കിട്ടും. ഒരുപാട് ഫിലിമൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ കുറേ നമുക്ക് കണ്ട് പരിചയമുള്ളത് പോലെയൊക്കെ തോന്നും. അപ്പോൾ അതാ ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഞങ്ങൾ ഇരുന്നു കുറേ നേരം. അപ്പോൾ ഈ ഇങ്ങനെ മീൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കാലിൽ ഇങ്ങനെ വന്നിട്ട് പൊതിയും കേട്ടോ നമ്മളെ. പക്ഷെ നല്ല കുറച്ച് നേരം ആ വെള്ളത്തിൽ കാലിട്ടിരുന്നാൽ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മലയുടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതാ നമ്മൾ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കട മീൻസ് ഓലപ്പുര പോലത്തെ കെട്ടിയിട്ട് അവിടെയാണ് നമുക്ക് പഴംപൊരി അതൊക്കെ കിട്ടും കേട്ടോ. നല്ലതായിരുന്നു ഞങ്ങൾ പോയ സ്ഥലം. പിന്നെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ ഏതെങ്കിലും മൂവി ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ കന്മദം,
ആ ആ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ സ്നേഹവീടിൽ ഈ ലൊക്കേഷൻ എടുത്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളരിമേട്ടിൽ പോയി. ഇത് എന്താ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈൻഡിനെ നമുക്ക് സ്ലോ ആവും ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഭയങ്കര പെടഞ്ഞുള്ള ഒരു ലൈഫിൽ നിന്ന് ഭയങ്കര ഒരു കാംനെസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വേറെ 2-3 സ്ഥലങ്ങളിലേക്ക് പോയി. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.